ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ നോക്കാം. അപ്പോൾ ഈ ചിക്കൻ വരട്ടിയത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആദ്യം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിവിടെ ഫ്രഷ് ആയിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില, പിന്നെ അതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കാം. പക്ഷേ അതിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ടെങ്കിലാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഒരു 10-12 ചെറിയ ഉള്ളി സ്ലൈസസ് ആക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി. ഒരു യെല്ലോ കളർ ആവണ വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇതിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. അത് ജസ്റ്റ് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 2 ടീസ്പൂൺ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണക്ക് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു 3 സവാള സ്ലൈസസ് ആക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതും വല്ലാതെ അങ്ങ് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു യെല്ലോ കളറിൽ എത്തിയാൽ മതി. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നമ്മൾ ചിക്കനിൽ ഓൾറെഡി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടികളിലെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ പൊടികളിലെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 തക്കാളി ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ സവാളയും ചിക്കനും ഒക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അതുവരെ വേണം നമുക്കത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം
ഇതിലേക്ക് നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതൊരു കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കട്ടി തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ 1/4 പാൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വരട്ടിയെടുക്കാണല്ലോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം തന്നെ നമുക്കിങ്ങനെ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് ചിക്കനിൽ ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സവാള വഴറ്റുമ്പോഴും ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ ചിക്കൻ്റെ ഗ്രേവി കുറുകി വരുന്നിടത്തോളം ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി കുറുകി മേലെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വരട്ടിയെടുത്താൽ മതി. ചില ആൾക്കാർക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളതാവും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി കൂടുതലായിട്ട് വരട്ടിയെടുത്താൽ മതി. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ക്രിസ്മസിന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചിക്കൻ്റെയും ബീഫിൻ്റെയും മട്ടൻ്റെയും എല്ലാ റെസിപ്പീസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും ഞാൻ കൊടുക്കാം. താല്പര്യമുള്ളവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്